ഫോർത്ത് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 2025 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അതേപോലെ ഫോർത്ത് സെം എംകോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറിലെ കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ് ലിങ്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. 2025 എട്ടാമതായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. എ മാനുഫാക്ചറിംഗ് കമ്പനി ഈസ് എക്സ്പെക്ടിംഗ് ദി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ₹2 lakh. The company has debentures lending of ₹6 lakh at 10% interest payable. The overall capitalization rate is 20%. Calculate the value of the firm and the equity capitalization rate as per the NOI approach. What will be the impact on value of the firm and equity capitalization firm if the debenture amount is increased to 7,50,000? ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? NOI അപ്രോച്ച് പ്രകാരം വാല്യൂ ഓഫ് ദി ഫേം കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അതായത് NOI അപ്രോച്ച് പ്രകാരം വാല്യൂ ഓഫ് ദി ഫേം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? വാല്യൂ ഓഫ് ദി ഫേം ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ KO എന്നുള്ളതാണ്. എബിറ്റ് മീൻസ് എന്താണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. KO എന്ന് പറയുന്നത് എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതായത് എബിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ₹2 lakh എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ₹2 lakh ആണ്. അപ്പോൾ 2 lakh ആണ് എബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഓവറോൾ ക്യാപിറ്റലൈസേഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഓവറോൾ ക്യാപിറ്റലൈസേഷൻ, ദി ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഈസ് 20% എന്ന് പറയുന്നുണ്ട്. അതായത് 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 20 ഡിവൈഡഡ് ബൈ 100 ആണ്. അതായത് 0.20 എന്ന് കിട്ടും. അതായത് 2 lakh ഡിവൈഡ് ബൈ 0.20 നമുക്ക് വാല്യൂ ഓഫ് ദി ഫേം എത്ര കിട്ടും? 10 lakh എന്ന് വാല്യൂ ഓഫ് ദി ഫേം കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചത് ഇവിടെ ആദ്യം പറഞ്ഞത് എന്താണ്? വാല്യൂ ഓഫ് ദി ഫേമും രണ്ടാമത്തത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. അതായത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എബിറ്റ് മൈനസ് ഐ ഡിവൈഡഡ് ബൈ വി മൈനസ് ഡി എന്നുള്ളതാണ്. ഓക്കെ, എബിറ്റ് മൈനസ് ഐ ഡിവൈഡ് ബൈ വി മൈനസ് ഡി ആണ്. എബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താണ്? നെറ്റ് ഓപ്പറേറ്റിംഗ്, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഇനി ഐ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഇനി വി എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് ദി ഫേം ആണ്, ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം ആണ്. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, എബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് എത്രയാണ്? 2 lakh ആണ്. 2 lakh മൈനസ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചറിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ്, അതായത് 6 lakh ആണ് ഡിബഞ്ചേഴ്സ്. അതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 60,000 എന്ന് കിട്ടും. അതായത് 2 lakh മൈനസ് 60,000 ഡിവൈഡഡ് ബൈ വി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദി ഫേം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടെത്തി 10 lakh ആണ്. 10 lakh മൈനസ് വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 lakh ആണ്. അപ്പോൾ 10 lakh മൈനസ് 6 lakh. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 35% എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ഓഫ് ദി ഫേമും അതേപോലെ തന്നെ എന്തും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നിങ്ങളോട് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? വാട്ട് വിൽ ബി ദി ഇമ്പാക്റ്റ് ഓൺ വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ ഫേം ഇഫ് ദി ഡിബഞ്ചർ എമൗണ്ട് ഈസ് ഇൻക്രീസ്ഡ് ടു 7,50,000? ഇവിടെ ഡിബഞ്ചർ എമൗണ്ട് എന്ത് ചെയ്യാണ്? 7,50,000 ആയിട്ട് കൂടുകയാണെങ്കിൽ എന്തായിരിക്കും വാല്യൂ ഓഫ് ദി ഫേമും അതേപോലെ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ വാല്യൂ ഓഫ് ദി ഫേം ഡിബഞ്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഓഫ് ദി ഫേം നേരത്തെ ഇക്വേഷൻ തന്നെ എന്താണ്? എബിറ്റ് ഡിവൈഡ് ബൈ KO. ഇവിടെ മാറുന്നില്ല. വാല്യൂ ഓഫ് ദി ഫേം എന്ത് തന്നെയാണ്? 10 lakh തന്നെയാണ്. അതായത് എബിറ്റ് 2 lakh ആണ്. KO എന്ന് പറയുന്നത് 0.20 ആണ്, അതായത് 20% ആണ്. അപ്പോൾ 10 lakh എന്ന് കിട്ടും. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിലാണ് മാറുന്നത്. അതായത് ഇവിടെ വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്നുള്ളത് മാറുന്നു. എത്രയായിട്ട് മാറും? 7,50,000 ആയിട്ട് മാറും. ഇനി അതേപോലെ ഇവിടെ ഇൻട്രസ്റ്റും മാറും. 7,50,000 ആകുമ്പോൾ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 75 വരും. അപ്പോൾ 2 lakh മൈനസ് 75,000 ഡിവൈഡഡ് ബൈ 10 lakh മൈനസ് 7,50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 50% എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്, പാർട്ട് ബിയിൽ വരുന്നത്. എന്താണ്? ഗജ്നി ലിമിറ്റഡ് കറൻ്റ്ലി ഹാസ് 10 lakh ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്
current market price per share is rupees 100. The net income for the current year is rupees 3 crore and the investment budget is rupees 4 crore. Cost of equity is 10%. The company is contemplating declaration of dividend at rupees 5 per share. Assuming approach, calculate market price per share if the dividend is declared and if the dividend is not declared. Then second one, how many equity shares are to be issued under both the options? Okay, അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിലും ഡിക്ലെയർ ചെയ്യുന്നില്ലെങ്കിലും ഇക്വിറ്റി ഷെയർ എത്രയാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുമുള്ളതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്രോച്ച് പ്രകാരമാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി എന്താണ് ഷെയർ കാണാൻ അപ്രോച്ച് പ്രകാരം മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണുന്നത് എങ്ങനെയാണ്, P0 എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു D1 + P1 ഡിവൈഡ് ബൈ 1 + R. ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് K ആണ്. K എന്ന് പറഞ്ഞാൽ KE ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അപ്പോൾ ഇവിടെ P0 എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അതേപോലെ D1 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. D1 എത്രയാണ്, D1 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 5 ആണ്. ഓക്കെ, അതായത് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് അറ്റ് 5 per share എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ D1 എത്രയാണ്, 5 ആണെന്ന് കിട്ടും. ഇനി അതേപോലെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 10% ആണ്. അതായത് R അല്ലെങ്കിൽ K = എന്താണ് 10% ആണ്. ഇനി P1 എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് പ്രൈസ് ഓഫ് ദി ഷെയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ്. അതായത് ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്തായിരിക്കും എന്നുള്ളതാണ് P1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ P1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, P1 = നമ്മുടെ എന്തെടുക്കുന്നു, ആദ്യം P0 എടുക്കുന്നു. ഓക്കെ, P0 ഇൻറ്റു എന്താണ് 1 + R ആണ് അല്ലെങ്കിൽ K ആണ്. ഓക്കെ, അതായത് ഇവിടെ P0 എന്ന് പറയുന്നത് 100 ആണ് ഇൻറ്റു 1 + 0.0 എന്ന് വരും. 10% ആണ് K വരുന്നത്, അതായത് 0.10 എന്ന് വരും. 10/100 എന്ന് പറയുന്നത് മൈനസ് ഇവിടെ എന്താണ് ഡിവിഡൻഡ് ഡിക്ലെയർ എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, -D ആണ്. -D1 എത്രയാണ്, ഇവിടെ 5 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ 100 × 1.1 110 എന്ന് കിട്ടും. -5 105 എന്ന് നമുക്ക് P1 കിട്ടും. ഓക്കെ, ഇനി വെൻ ഡിവിഡൻഡ് ഈസ് നോട്ട് ഡിക്ലെയർഡ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഇവിടെ D ഉണ്ടാവുകയില്ല. അപ്പോൾ 100 × 1 + 0.10 അതായത് 110, ദാറ്റ് ഈസ് ഈക്വൽ ടു 110 എന്ന് തന്നെ ആൻസർ കിട്ടും. അതായത് ഇവിടെ ഡിവിഡൻഡ് ഇല്ലാത്ത കേസിലാണെങ്കിൽ. അടുത്തത് കാണേണ്ടത് എന്താണ്, ഹൗ മെനി ഇക്വിറ്റി ഷെയർ ആർ ടു ബി ഇഷ്യൂഡ് അണ്ടർ ബോത്ത് ഓപ്ഷൻ എന്നുള്ളതാണ്. രണ്ട് ഓപ്ഷനിലും എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അതായത് ഹൗ മെനി നമ്പർ ഓഫ് അഡീഷണൽ ഇക്വിറ്റി ഷെയർ ടു ബി ഇഷ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുന്നത്, M = I - E × ND1. ഓക്കെ, ND1 ഡിവൈഡഡ് ബൈ എന്താണ് P1 ആണ്. ഓക്കെ, അതായത് ഇവിടെ M എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് അഡീഷണൽ ഇക്വിറ്റി ഷെയർ ടു ബി ഇഷ്യൂഡ് ആണ്. ഇനി I എന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി E എന്ന് പറയുന്നത് എന്താണ്, ഏർണിങ്സ് ഓഫ് എ കമ്പനിയാണ്. ഇനി N എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആണ്. ഇനി P1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് പ്രൈസ് ആണ്. D1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, M എന്ന് പറയുന്നതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി I എന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 4 crore ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് 3 crore ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്, 10 lakh ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ 10 lakh ആണ്. കറൻറ്റ്ലി 10 lakh ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുക, നെറ്റ് ഇൻകം 3 crore ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് 4 crore ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കേസിലും നമ്മൾ നമ്പർ ഓഫ് ഷെയർ കണ്ടെത്തണം. ആദ്യം നമ്മൾ വെൻ ഡിവിഡൻഡ് ഈസ് ഡിക്ലെയർഡും രണ്ടാമത്തേൽ വെൻ ഡിവിഡൻഡ് ഈസ് നോട്ട് ഡിക്ലെയർഡും കണ്ടെത്തുന്നു. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 4 crore ആണ്, മൈനസ് ഏർണിങ്സ് എത്രയാണ് 3 crore ആണ്, ഇൻറ്റു നമ്പർ ഓഫ് ഷെയർ വരുന്നത് എത്രയാണ് 10 lakh ആണ്, ഇൻറ്റു 5 ആണ് ഡിവിഡൻഡ് വരുന്നത്, ഡിവൈഡ് ബൈ 105 ആണ് എന്ത് വരുന്നത് P1 വരുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ നമുക്ക് 1,42,857 ഷെയർസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവൻ ഡിവിഡൻഡ് ഈസ് നോട്ട് ഡിക്ലെയർഡ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ലെങ്കിൽ ഡിവിഡൻഡ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് എന്നെടുത്ത് 0 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാത്ത സമയത്ത് നമുക്ക് മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു 110 ആയിരുന്നു. ഇത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയതാണ്. ഓക്കെ, 110 ആണ്.
അപ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ 110 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 90,909 ഷെയർസ് എന്ന് കിട്ടും. അപ്പോൾ 90,900 ഷെയർസ് എന്നുള്ള രൂപത്തിൽ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് പാർട്ട് ബിയിൽ വരുന്ന 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? XY ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് മെർജർ വിത്ത് ABC. ഓക്കെ, XYZ ലിമിറ്റഡ് ABC-യുമായിട്ട് മേർജ് ചെയ്യാണ്. XYZ ലിമിറ്റഡ് ഷെയർസ് ആർ കറൻ്റ്ലി ട്രേഡഡ് അറ്റ് ₹25. എത്ര രൂപക്കാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്? 25-നാണ്. And it has 2 lakh shares outstanding and its profit after tax PAT എന്ന് പറയുന്നത് എത്രയാണ്? 4 lakh ആണ്. ABC Limited has 1 lakh shares outstanding. Its current market price ₹12.5 and its PAT is ₹1 lakh. The merger will be effected by means of a stock swap. ABC Limited has agreed to a plan under which XYZ Limited will offer the current market value of the ABC Limited shares. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രീ മെർജർ ഏർണിംഗ് പെർ ഷെയർ EPS ആൻഡ് PE റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഓഫ് ബോത്ത് ദി കമ്പനീസ്. ഇനി രണ്ടാമത്തത്, ഇഫ് ABC ലിമിറ്റഡ് PE റേഷ്യോ ഈസ് 8, വാട്ട് ഈസ് ഇറ്റ്സ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്? വാട്ട് ഈസ് ദി എക്സ്ചേഞ്ച് റേഷ്യോ? What will be XYZ Limited's post-merger EPS? Then what must be the exchange ratio before XYZ Limited that pre and post-merger EPS to be the same? Okay, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തേൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദി പ്രീ മെർജർ ഏർണിംഗ് പെർ ഷെയർ. ആദ്യത്തെ പ്രീ മെർജർ ഏർണിംഗ് പെർ ഷെയറും PE റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ജസ്റ്റ് നമ്മളൊരു കോളമായിട്ട് വരക്കുന്നു. പ്രീ മെർജർ EPSഉം അതേപോലെ PE റേഷ്യോയും കാണാനായിട്ട് ആദ്യം നമ്മൾ XYZ ലിമിറ്റഡും ABC ലിമിറ്റഡും, പെർട്ടിക്കുലേഴ്സ് XYZ ലിമിറ്റഡ് ABC ലിമിറ്റഡ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് XYZൻ്റെ തന്നത് എത്രയാണ്? 4 lakh ആണ്. ABCൻ്റെ എത്ര തന്നത്? 1 lakh ആണ്. നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ്, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 2 lakh ആണ്. XYZൻ്റെത്. ABCയുടെ എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ ഏർണിങ്സ് നമുക്ക് എത്ര കിട്ടും? ഏർണിങ്സ് പെർ ഷെയർ EPS എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ EPS ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ, അതായത് EAT ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതായത് 4 lakh ഡിവൈഡ് ബൈ 2 lakh നമുക്ക് എത്ര കിട്ടും? ആൻസർ 2 എന്ന് കിട്ടും. ഇനി ABCയുടെ 1 lakh ഡിവൈഡ് ബൈ 1 lakh നമുക്ക് എത്ര കിട്ടും? 1 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ EPS എത്രയാണ്? 2, അതേപോലെ 1. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ തന്നിട്ടുണ്ട്. XYZൻ്റെ എത്രയാണ്? 25 ആണ്. ABCയുടെ എത്രയാണ്? ABC ലിമിറ്റഡിൻ്റെ 12.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണേണ്ടതാണ് എന്ത്? PE റേഷ്യോ എന്ന് പറയുന്നത്. PE റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ EPS ആണ്. മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS കണ്ടാൽ നമുക്ക് PE റേഷ്യോ കിട്ടും. അതായത് 25 ഡിവൈഡ് ബൈ 2, അപ്പോൾ നമുക്ക് 12.5 എന്ന് കിട്ടും. അതേപോലെ 12.5 ഡിവൈഡ് ബൈ 1 12.5 എന്ന് ആൻസർ കിട്ടും. ഇപ്പോൾ PE റേഷ്യോ കിട്ടി, അതേപോലെ EPS കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്താണ്? ഇഫ് ABC ലിമിറ്റഡ് PE റേഷ്യോ ഈസ് 8, ABC ലിമിറ്റഡ് PE റേഷ്യോ എത്രയാണ്? 8 ആണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളതാണ്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണും എങ്ങനെയാണ്? കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണുന്നത് EPS ഇൻറ്റു PE ആണ്. ഓക്കെ, EPS ഇൻറ്റു PE കണ്ടാൽ മതി. EPS ഇൻറ്റു PE റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടും. EPS എത്രയായിരുന്നു? ABC ലിമിറ്റഡ് EPS 1 ആയിരുന്നു. അതേപോലെ PE എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 8 ആണ്. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. എന്ത്? കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സ്ചേഞ്ച് റേഷ്യോ കാണാനാണ്. അതായത് എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് EPS ഓഫ് ടാർഗറ്റ് കമ്പനി ഡിവൈഡ് ബൈ EPS ഓഫ് അക്വയറിംഗ് കമ്പനിയാണ്. EPS ഓഫ് ടാർഗറ്റ് കമ്പനി ഡിവൈഡ് ബൈ EPS ഓഫ് അക്വയറിംഗ് കമ്പനി. അതായത് EPS ഓഫ് ടാർഗറ്റ് കമ്പനി ഇവിടെ ABC ആണ്, 8 ആണ്. ഇനി അക്വയറിംഗ് കമ്പനി എന്താണ്? XYZ ആണ്, അതിൻ്റെ 25 ആണ്. അപ്പോൾ 3.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മളോട് പറയുന്നതാണ് പോസ്റ്റ് മെർജർ EPS കാണാനാണ്. മെർജറിന് ശേഷമുള്ള EPS എന്തിൻ്റെത്? XYZൻ്റെത്. അപ്പോൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ 4 lakh ആയിരുന്നു XYZൻ്റെ എന്ത് വരുന്നത്? പ്രോഫിറ്റ് വരുന്നത്. 1 lakh ആണ് ABCൻ്റെത് വരുന്നത്. അപ്പോൾ രണ്ടും ആർക്ക് വരും? XYZന് വരും. അപ്പോൾ 4 lakh പ്ലസ് 1 lakh വരും. ഓക്കെ, അപ്പോൾ 5 lakh ടോട്ടൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അതായത് EPS എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്. ഇനി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ 2 lakh ഓൾറെഡി XYZൻ്റെത് ഉണ്ട്. ഇനി അതേപോലെ എക്സ്ട്രാ എന്ത് കിട്ടുന്നു? ഷെയർ കിട്ടും. എക്സ്ട്രാ ഷെയർ കിട്ടുന്നത് എത്രയാണെന്നുള്ളത് കാണാൻ, നമ്പർ ഓഫ് ഷെയർ കാണാൻ നമ്മുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, ABCയുടെ ഏർണിങ്സ് വരുന്നത് 1 lakh ആണ്. ഇപ്പോൾ 1 lakh ഡിവൈഡ് ബൈ എന്ത് കാണണം?
നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോ കാണണം. എക്സ്ചേഞ്ച് റേഷ്യോ എത്രയാണ്? 3.2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഷെയർ ഉണ്ടാകുമെന്ന് അവിടെ കിട്ടും. അതായത് 1 lakh ഡിവൈഡ് ബൈ 3.2 എന്ന് പറയുന്നത് 32,000 ഷെയർ വരും. അപ്പോൾ ഇവിടെ 5 lakh ഡിവൈഡ് ബൈ 2,32,000 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2.16 എന്ന് കിട്ടും. എന്ത്? പോസ്റ്റ് മെർജർ EPS എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഡിസൈഡ് എക്സ്ചേഞ്ച് റേഷ്യോ. ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് മസ്റ്റ് ബി എക്സ്ചേഞ്ച് റേഷ്യോ ബി ഫോർ XYZ ലിമിറ്റഡ് ദാറ്റ് പ്രീ ആൻഡ് പോസ്റ്റ് മെർജർ EPS ടു ബി സെയിം. ഓക്കെ, അതായത് പ്രീ ആൻഡ് പോസ്റ്റ് മെർജർ EPS സെയിം ആണെങ്കിൽ എന്തായിരിക്കും എക്സ്ചേഞ്ച് റേഷ്യോ? അതായത് പ്രീ എന്ന് പറയുന്നത് പ്രീ എക്സ്ചേഞ്ച് റേഷ്യോ എത്രയായിരുന്നു? XYZൻ്റെ പ്രീ EPS എത്രയായിരുന്നു? 2 ആയിരുന്നു. അപ്പോൾ ഈ 2ഉം അതേപോലെ തന്നെ പോസ്റ്റലും എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. രണ്ടും സെയിം ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ എക്സ്ചേഞ്ച് റേഷ്യോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈഡ് എക്സ്ചേഞ്ച് റേഷ്യോ. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻ പോസ്റ്റ് മെർജർ കമ്പനി എത്രയാണ്? പോസ്റ്റ് മെർജർ ഏർണിങ്സ് എത്രയാണ്? ഇവിടെ 5 lakh ആണ്. പോസ്റ്റ് മെർജർ EPS നിലവിൽ നമ്മൾ പ്രകാരം 2 ആണ്. അതായത് രണ്ടും സെയിം ആണെങ്കിൽ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,50,000 നമ്പർ ഓഫ് ഷെയർ കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ഷെയർ ഇനി എത്ര ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും? 50,000 നമ്പർ ഓഫ് ഷെയർ ഇനിയും ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നേരത്തെ നമുക്ക് 2 ലക്ഷം ഷെയർ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയത് വരുന്നത് ടോട്ടൽ 2,50,000 എന്ന് പറഞ്ഞാൽ 2,50,000 മൈനസ് 2,50,000 ഇനിയും ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ കാണുന്നത് എത്ര ഇനി ഇഷ്യൂ ചെയ്യണം? 50,000 ആണ്. ഡിവൈഡഡ് ബൈ നമ്മുടെ ഏർണിങ്സ് എത്രയാണ് വരുന്നത്? 1 lakh ആണ് പുതിയ വരുന്നത്. എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് എത്ര കിട്ടും? 50,000 ഡിവൈഡ് ബൈ 1 lakh 0.50 എന്ന് നമുക്ക് എക്സ്ചേഞ്ച് റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക്